ഞാൻ എടുത്തില്ല, എനിക്ക് കയ്യെത്തിയില്ല. ആണോ? ആരോ നിന്നോട് എന്റെ പൊക്കത്ത് കയറേ? അത് അവിടെ ഇരുന്ന് എങ്ങനെ താഴത്തോട്ട് വീണ? ഞാൻ എന്റെ സാധനം ഞാൻ സഹിച്ച്. എന്റെ സാധനമാ? അങ്ങനെ നാത്തൂന്റെ സാധനം അല്ല, എന്റെ കൂടെ സാധനമാ. ആ എടുത്തോളൂ ലീറ്റോ, കൊണ്ടോ. ഞാൻ സമാധാനമായില്ല നിനക്ക്? എന്ത് സമാധാനം? കള്ളി പെരുങ്കള്ളി ആരില്ലാത്തപ്പോ വന്ന് എടുത്തിട്ട് പോവാൻ നോക്കണം. ഞാൻ എന്റെ സാധനം തന്നെ എടുത്തത്. ഞാൻ ആരുടെ സാധനം? അവകാശം പറയാറായിട്ടില്ല. ഞാൻ അവകാശം പറയാം, എന്റെ സാധനം അത്. അതെ, അളിയും കൂടെ വന്നിട്ട് തീരുമാനിക്കാം. ഞാൻ ഇത് എടുത്ത് പിള്ളേരറിഞ്ഞ കളഞ്ഞ ഒന്നാലും അവക്ക് കൊടുക്കരുത്. അതാണ് എന്റെ രീതി. എനിക്ക് ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല, എനിക്ക് ഒന്ന് വാ അടയ്ക്കോ? കയറിപ്പോ. അത് ഇനി അവൾ എടുക്കും. അവൾ എടുക്കൂല. നിങ്ങൾ കയറിപ്പോ. എടുത്താ ഞാൻ ആത്മഹത്യ ചെയ്യും. ഒന്ന് പോവോ? എന്റെ കർത്താവേ. അളിയാ, നീ എവിടെ ഉണ്ട്? അവിടെ ഉണ്ടോ? അവിടെ നിങ്ങോട്ടും പോകില്ല, ഞാൻ ഇപ്പം എത്തും. അത്യാവശ്യം ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ദാ വരുന്നു. മതി. ജമന്തേ, തങ്കം, നീ തങ്ക പടി. എന്തായിരുന്നില്ലടാ? ഇവിടെ നടന്നതല്ല, നീ അറിഞ്ഞോ? അറിഞ്ഞു. നിന്റെ ഭാര്യയുടെ അഹങ്കാരം എന്റെ പൊന്നോ. ഭാര്യക്ക് മാത്രമുള്ള അഹങ്കാരം, നാത്തിനൊട്ടും അഹങ്കാരമില്ലായിരിക്കും. നീ പറഞ്ഞ കറക്റ്റ് കണക. ശ്വാസം മുട്ടി അവള് ചാകരുത് ഇത്ര നേരം. ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞത് സത്യവാ. ക്ലീറ്റോ ചേട്ടൻ കിടന്ന് ശ്വാസം മുട്ടുന്നത്. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ബ്ലൂടൂത്ത് അല്ലേ വേണ്ടത്? നിനക്ക് ബ്ലൂടൂത്ത് വേണം. ആടാ, അത് എന്റെ ആട്. ഇവള് മനഃപൂർവ്വം എടുക്കാൻ നോക്കണതാ. ഞാൻ ആരുടെ മനഃപൂർവ്വം ഒന്നും എടുക്കാൻ നോക്കിയിട്ടില്ല, അത് എന്റെ തന്നെയാ. കാശില്ലാണ്ട് 1500 കൊടുത്തു. ഞാനല്ലേടാ കനക, അപ്പൊ അത് എനിക്കല്ലേടാ വേണ്ടത്. ബാക്കി 1500 രൂപ എന്റെ അല്ലേ? ഭയങ്കര കാര്യമായിപ്പോയി. ഇതെന്തു കേട്ടപ്പോ എനിക്ക് അവന് കാര്യഗൗരവമുണ്ട്. ഏട്ടനെ കൂടെ ഇതിന് കൂട്ടി നിൽക്കുവാണല്ലേ? പ്രശ്നം തീർന്നല്ലോ. നോക്കണ്ട, രണ്ടും ഒരേപോലുള്ളതാണ്. അല്ല, കുക്കർ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. നിങ്ങൾ വഴക്കുണ്ടാക്കിയ കുക്കറിന് വേണ്ടിയാണോ? നിങ്ങൾ വഴക്കുണ്ടാക്കിയത് ഈ സ്പീക്കറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 2 പേർക്ക് സ്പീക്കർ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്ക് സ്പീക്കർ തന്നിട്ടുണ്ട്. ഇനി കുക്കറിന്റെ പേര് പറഞ്ഞ് മിണ്ടരുത്. നിനക്ക് രാവിലെ എന്തായിരുന്നു കുഴപ്പം? ഞാനൊരു നല്ല ഞായറാഴ്ച ആയിട്ട് ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കില്ലായിരുന്നു. അപ്പൊ നീ പറഞ്ഞു നിനക്ക് ശ്വാസം മുട്ടി ചത്തുപോകും കുക്കറില്ലെങ്കിലും. കുക്കർ മേടിച്ചോണ്ട് വെച്ചിട്ട് കുക്കറിലൊന്നും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ 2 പേരും കൂടി വഴക്കുണ്ടാക്കിയതിന് വേണ്ടിയിട്ടാ, ഈ സ്പീക്കറിന് വേണ്ടിയിട്ട്. 2 പേർക്ക് സ്പീക്കർ കിട്ടിയല്ലോ. ഞാൻ ആ കുക്കർ തിരിച്ചു കൊടുത്ത് ഉള്ള പൈസ മേടിച്ചു. എന്നിട്ട് കിട്ടിയ വിലക്ക് ഇതാ 2 പേർക്ക് തുല്യമായിട്ട് ഒരുപോലുള്ള സ്പീക്കർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിന്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും ഒച്ച കേട്ടാ പറഞ്ഞിരുന്നു വേണ്ടേ?